ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്ന് മെയിനായിട്ടും പോകുന്നത് കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വെസ്റ്റ് ഫോർട്ടിലുള്ള താരാൻ്റിയുടെയും പത്മകുമാർ അങ്കിളിൻ്റെ അടുത്തും പോവാണ്. ഡാൻസ് റീൽസാണ് എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എപ്പോഴും പോകുന്നത് പോലെ തന്നെ വൈറ്റ് ഡാമറിലേക്കാണ് പോകുന്നത്. ഇവിടെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ആളൊന്നും വരില്ല, ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരിക്കില്ല. അതേപോലെ തന്നെ നല്ല ഫുഡുമാണ്, ക്വാളിറ്റി വൈസ് അതെ, ടേസ്റ്റും നല്ല പോലെ ഉണ്ട്. ഞങ്ങളങ്ങനെ താരാൻ്റിയുടെയും അങ്കിളിൻ്റെയും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ റീല് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കിലത്തെ വീട്ടിലാണ്, സജിത്ത് അങ്കിളിൻ്റെയും കലാൻ്റിയുടെയും വീട്ടിലാണ്. അവർ ഞങ്ങളെപ്പോൾ ചോദിച്ചാലും വീട് സന്തോഷത്തോടെ തരാറുണ്ട്. സോ പ്രത്യേകം താങ്ക്സ് പറയണം അവരോട്, രണ്ടുപേരോടും, കലാൻ്റിയോടും സജിത്ത് അങ്കിളിനോടും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കും പത്മകുമാർ അങ്കിൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ ഫസ്റ്റ് കാർ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ റീലെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2-3 റീല് എടുത്തിട്ടുണ്ടായിരുന്നു, പല പല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. അമ്മ മുടിയൊക്കെ എനിക്ക് കെട്ടിത്തരുകയൊക്കെയാണ്, എപ്പോഴും അമ്മ തന്നെയാണ് ഒരുക്കുന്നതും എല്ലാം. ഫസ്റ്റ് 2-3 ഡാൻസ് ചുരിദാറിട്ടിട്ടാണ് എടുത്തത്, പിന്നെ പ്രാക്ടീസ് സാരി ഉടുത്തിട്ടാണ് എടുത്തതും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇതാണ് അങ്കിളിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹൗസ്. ഞാൻ എപ്പോഴും എൻ്റെ ചാനലിൽ കാണിക്കാറുള്ളത് തന്നെയാണ്. സോ ഡാൻസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം എൻ്റെ ഡാൻസ് റീൽസ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യണം. ദെൻ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ആൻറ്റി നല്ല കിഡിലായിട്ട് ചായയൊക്കെ ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റിയുടെ ചായ, നല്ല ഇഞ്ചി ചായയൊക്കെയാണ് ആൻറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മുൻപ് അവരുടെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്ത ഫ്രെയിമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റി അങ്കിൾ അത് അവരുടെ ഡ്രോയിങ് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നാൽ മെയിനായിട്ടും പോകുന്നത് ഇവരുടെ വീട്ടിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്നിരുന്ന് സംസാരിച്ചാൽ ടൈം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഷെൽഫിൽ നോക്കിയപ്പോഴാണ് അങ്കിളും യേശുദാസ് സാറുമായിട്ടുള്ളൊരു ഫോട്ടോയൊക്കെ കണ്ടത്. ഞാനിത് മുൻപും കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഷെയർ ചെയ്തതാണത്. ഉച്ചയ്ക്ക് വന്നതാണ് ഞങ്ങൾ, പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴേക്ക് രാത്രിയായി. സോ ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ഷോർട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ.